നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അഫ്ഗാൻ കരയുന്നു. അന്താരാഷ്ട്ര സഹായം തേടി താലിബാൻ സർക്കാർ. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1400 കവിഞ്ഞു. സഹായം തേടി താലിബാൻ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. രക്ഷാപ്രവർത്തകർ കൂടുതൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെത്തുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് അധികൃതർ പറഞ്ഞു. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ നേരിടാൻ അന്താരാഷ്ട്ര സഹായം ആവശ്യമാണെന്ന് കാബൂളിലെ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഷറഫത്ത് സമാൻ ആവശ്യപ്പെട്ടു. കുനാറിൽ കുറഞ്ഞത് 619 പേരും നങ്കർഹാറിൽ 12 പേരും മരിച്ചതായി അധികൃതർ കൂട്ടിച്ചേർത്തു. ആംബുലൻസുകളും ഡോക്ടർമാരും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. 6 തീവ്രതയുള്ള ഭൂകമ്പം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ കുനാർ പ്രവിശ്യയിലുടനീളമുള്ള മുഴുവൻ ഗ്രാമങ്ങളെയും തകർത്തു. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് നിഗമനം. തിങ്കളാഴ്ച രാത്രി മുഴുവൻ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂല കാലാവസ്ഥയും പർവ്വത പ്രദേശങ്ങളും തടസ്സമായി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 6 മൈൽ താഴെ ആഴം കുറഞ്ഞ ഭൂകമ്പമായതിനാലാണ് ആഘാതം കൂടുതൽ വിനാശകരമായത്. ബ്രിട്ടൻ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. അതേസമയം സഹായം താലിബാൻ ഭരണകൂടത്തിന് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കി. പങ്കാളികൾ വഴിയാണ് നൽകുകയെന്നും ബ്രിട്ടൻ പറഞ്ഞു. കൂനാറിലെ 3 ഗ്രാമങ്ങൾ ഭൂകമ്പത്തിൽ പൂർണ്ണമായും നശിച്ചു. മറ്റു പലതിലും കാര്യമായ നാശനഷ്ടം ഉണ്ടായതായി അധികൃതർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം പ്രകടിപ്പിച്ചു. ദുരിതബാധിതർക്ക് മാനുഷിക സഹായം നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പച്ചപ്പ് പടരും, മാലിന്യം പമ്പ കടക്കും. പഴശ്ശി ഇറിഗേഷൻ കനാൽ സൈറ്റിൽ പച്ചത്തുരുത്തൊരുങ്ങുന്നു. ഹരിത കേരളം മിഷന്റെ കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജ് 1922 NSS യൂണിറ്റിന്റെയും എടച്ചേരി സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ എടച്ചേരി പഴശ്ശി ഇറിഗേഷൻ കനാൽ സൈറ്റിൽ പച്ചത്തുരുത്തൊരുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. NSS ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KP നിതീഷ് അധ്യക്ഷനായി. പ്രദേശത്ത് മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്ത് വൃക്ഷത്തൈകൾ നട്ടുവളർത്തുകയാണ് പദ്ധതി. മുട്ടിപ്പടം, വെസ്റ്റേൺ ചെറി, സ്റ്റാർ ആപ്പിൾ, പ്ലാവ്, തായ്ലൻഡ് പേര, നാരകം, മാവ്, ചാമ്പ തുടങ്ങിയ ഫലവൃക്ഷത്തൈകളാണ് ഇവിടെ നട്ടുവളർത്തുക. സ്ഥലത്ത് മാലിന്യം തള്ളുന്നത് തടയാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. പച്ചത്തുരുത്ത് നിർമ്മാണത്തിനു ശേഷം സ്ഥലത്ത് ഓപ്പൺ ലൈബ്രറിയോട് കൂടിയ പാർക്ക് നിർമ്മിച്ച് CCTVകൾ സ്ഥാപിക്കും. പ്രവർത്തനത്തിന്റെ നടയിൽ ഉദ്ഘാടനം സെപ്റ്റംബർ 3 കണ്ണൂർ യൂണിവേഴ്സിറ്റി DSS ഡോക്ടർ KV സുജിത് നിർവഹിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2 കോടി വോട്ടർമാർ. തദ്ദേശ സ്ഥാപനങ്ങളെ പൊതു തെരഞ്ഞെടുപ്പിലെ അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 2,83,12,463 വോട്ടർമാർ. 16,34,207 പേർ പുതുതായി ഇടം നേടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. 1,33,52,945 പുരുഷന്മാരും 1,49,59,242 സ്ത്രീകളും 276 ട്രാൻസ്ജെൻഡേഴ്സുമാണ് പട്ടികയിലുള്ളത്. 2025 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയിട്ടാണ് പട്ടിക പുറത്താക്കിയത്. ഇതിനു പുറമെ പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ 2087 പേരുണ്ട്. 941 പഞ്ചായത്തുകളിലെ 17,337 വാർഡുകളിലെയും 87 മുനിസിപ്പാലിറ്റികളിലെയും 3,240 വാർഡുകളിലെയും 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലെയും അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. വോട്ടർ പട്ടിക കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് സ്ഥാപനങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് ആഗസ്റ്റ് 12 വരെ ലഭിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ച് ഹിയറിംഗ് നടത്തിയുമാണ്
ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. കരട് വോട്ടർ പട്ടികയിൽ ആകെ 2,66,78,256 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 29,81,310 പുതിയ അപേക്ഷകരുമുണ്ടായിരുന്നു. തിരുത്തലിന് 13,859 പേരും വാർഡ് മാറുന്നതിന് 1,80,789 പേരും പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കുന്നതിന് ആകെ 4,88,024 അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിന് ആകെ 2,76,910 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. സഹകരണ സ്ഥാപനങ്ങൾക്ക് ചെക്ക് കൈമാറി. സഹകരണ വകുപ്പിന്റെ സഹകരണ അംഗ സമാശ്വാസ നിധി പദ്ധതി പ്രകാരം അനുവദിച്ച തുക ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനായി ജില്ലയിലെ സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള ചെക്ക് KV സുമേഷ് MLA കൈമാറി. സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മാരക രോഗബാധിതർ, അപകടത്തെ തുടർന്ന് ക്ഷേമംബരായവർ, മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് നിരാലംബരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള 232 പേരാണ് ഗുണഭോക്താക്കൾ. ഇതിനായി 53 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 84 സഹകരണ സ്ഥാപനങ്ങൾ വഴി ഓണത്തിന് മുമ്പായി തുക വിതരണം ചെയ്യും. കണ്ണൂർ സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ PV വത്സരാജ് അധ്യക്ഷനായി. ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് MK സൈബുനിസ പങ്കെടുത്തു. സ്കാഫോൾ 3ാം ബാച്ച് ക്യാമ്പയിന് തുടക്കം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠന കരിയർ പിന്തുണ ഉറപ്പിക്കുന്നതിന് സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന സ്കാഫോൾ 3ാം ബാച്ച് ക്യാമ്പയിന് തുടക്കമായി. ചിത്രകാരൻ പൊന്നിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ PC വിനോദ് അധ്യക്ഷനായി. കരിയർ സാധ്യതകൾ എന്ന വിഷയത്തിൽ PO മുരളീധരൻ ക്ലാസ് എടുത്തു. പ്രജീഷ് വേങ്ങ തിയേറ്റർ ആക്ടിവിറ്റി അവതരിപ്പിച്ചു. പാരീസ് പ്രസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ DPO ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, BPC TV സക്കീഷ്, അനാമിക പ്രേംരാജൻ, അഞ്ജന രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഞായറാഴ്ച കരിയർ അഭിരുചി കൗൺസിലിംഗ് നടക്കും. ടൂറിസം ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കലകളുടെ അരങ്ങിന് ബുധനാഴ്ച മിഴി തുറക്കും. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ആഘോഷിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ തുടക്കമായി. സെപ്റ്റംബർ 9 വരെ നീളുന്ന കലാപരിപാടികൾക്ക് ബുധനാഴ്ച വൈകിട്ട് തുടക്കമാവും. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 4 വൈകിട്ട് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. ഇന്ന് തിരുവാതിരക്കളി മത്സരം, പ്രദർശന വടംവലി മത്സരം നടന്നു. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി പൂക്കള മത്സരവും നടന്നു. നാളെ വൈകിട്ട് 5 മണി പഴയകാല ഗാനങ്ങൾ കോർത്തിണക്കി കലാഭവൻ ദിൽന അവതരിപ്പിക്കുന്ന സ്മൃതിതൻ ചിറകിലേറി. 5:40 ചെമ്പൈ സംഗീത ഭവൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ കാനങ്ങാട് പുഷ്പ പ്രഭാകർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 6:40 മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പയ്യന്നൂരിന്റെ ചരടുകുത്തി കോൽക്കളി. രാത്രി 7 മണിക്ക് പാലാപ്പള്ളി തിരുപ്പള്ളി ഫെയിം അതിൽ നറുകര നയിക്കുന്ന ഫോക്ക് സന്ധ്യ എന്നിവ അരങ്ങേറും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തകർ ക്യാമ്പ് മാവിലായി. സ്വാഗത സംഘം രൂപീകരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രവർത്തക ക്യാമ്പ് ഒക്ടോബർ 11, 12 തീയതികളിൽ മാവിലായി AKG കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിൽ വെച്ച് നടക്കും. 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 200 പ്രതിനിധികളാണ് പങ്കെടുക്കുക. സ്വാഗത സംഘം രൂപീകരണ യോഗം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് മുൻ പ്രസിഡന്റ് T ഗംഗാധരൻ ആമുഖ പ്രഭാഷണം നടത്തി. CPM എടക്കാട് ഏരിയ സെക്രട്ടറി MK മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം ബിജു, വൈസ് പ്രസിഡന്റ് KP ബാലഗോപാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KV ജയരാജൻ, പരിഷത്ത് സംസ്ഥാന ട്രഷറർ K വിനോദ് കുമാർ, കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ PP ബാബു, ജില്ലാ പ്രസിഡന്റ് PV ജയശ്രീ, സെക്രട്ടറി ബിജു നെടുവല്ലൂർ, KV ദിലീപ് കുമാർ, മേഖലാ സെക്രട്ടറി AP സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. K സുഗതൻ പ്രവർത്തന പരിപാടി അവതരിപ്പിച്ചു. അനുബന്ധ പരിപാടിയായി ഇരുൾപ്പെടാതിരിക്കാൻ ശാസ്ത്രബോധം വളർത്തുക എന്ന വിഷയത്തിൽ മാവിലായി, പെർളശ്ശേരി മേഖലകളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കും. ശുചിത്വ പരിപാടിയിൽ ഇപ്പോൾ മാതൃകയായ പെർളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനയ്ക്ക് ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്തിന് കൈമാറും. N ചന്ദ്രൻ ചെയർമാനും KK സുഗതൻ ജനറൽ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ഡബിൾ കളർഫുൾ ഓണം വാരാഘോഷത്തിന്റെ ഉത്സവ പതാക ഉയർന്നു.
അനന്തപുരി ദീപാലങ്കൃതമായി ഓണം വാരാഘോഷത്തിന്റെ ഉത്സവ പതാക ഉയർത്തലും വൈദ്യുത ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മീഡിയ സെന്റർ ഉദ്ഘാടനവും നടന്നു. 165 പ്ലോട്ടുകൾ അടങ്ങിയ ഘോഷയാത്രയാണ് 50-ാം തീയതി വൈകുന്നേരം തിരുവനന്തപുരത്ത് ഗവർണർ ഫ്ലാഗ് ഓഫ് ചെയ്യുകയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ഘോഷയാത്ര. 3 ദിവസം അരമണിക്കൂർ വീതം ഡ്രോൺ ഷോ നടത്തും. ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദത്തോടുകൂടി ഒരു ഭയവുമില്ലാതെ വന്നു പോകാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വാരിക്കോരി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പൈസയും തരുന്നില്ല. കേന്ദ്ര സർക്കാരിന് ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ് കേരള ടൂറിസം. എത്ര മാനക്കേടാണിതെന്നും മന്ത്രി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. 2025 ഡബിൾ കളർഫുമായി ഓണാഘോഷം നടത്തുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതിൽ പ്രധാനമാണ് ദീപാലങ്കാരം. വെളിച്ചം, പോസിറ്റീവ് എനർജിയാണ് നാടിന് സമർപ്പിക്കുക. തിരുവനന്തപുരം നഗരം ദീപാലങ്കൃതം എല്ലാവരും ചേർന്ന് വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. വിദേശ സഞ്ചാരികളെ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എല്ലാ ജില്ലയിലെയും ഓണാഘോഷം സന്തോഷകരമായി മാറ്റി തീർക്കാമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണറെ ക്ഷണിച്ച് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെയാണ് ഇരുമന്ത്രിമാരും വീട്ടിൽ പോയി ക്ഷണിച്ചത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്ത നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.